ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പ് എൻ്റെ യൂട്യൂബിൽ വീഡിഡ് കുഞ്ചൂസ് മേക്കപ്പ് എന്ന് പറയുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള കുഞ്ചു, നമ്മുടെ സ്വന്തം കുഞ്ചു കല്യാണം കഴിക്കാൻ പോവാണ് ഗൈസ്. കല്യാണം കഴിക്കാൻ പോകുമ്പം ഒരു ബ്രൈഡൽ ഷവറൊക്കെ നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ ഞങ്ങളിത് ചെറുതായിട്ട് ഒരു ചെറിയ സിമ്പിൾ ആൻഡ് ഹമ്പിൾ സർപ്രൈസ് ബ്രൈഡൽ ഷവർ കൊടുക്കാൻ പോകും. കുഞ്ചുവിന് നോ ഐഡിയ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കുഞ്ചുവിന് അറിയാൻ ചാൻസ് ഇല്ല. കാരണം കുഞ്ചു അറിയാതാണ് ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഗൈസ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കല്ല ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്, തെരേസ വരും, പിന്നെ എല്ലാവരും വരുന്നുണ്ട്. കുഞ്ചുവിന് സർപ്രൈസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഷാമിൽ കിടപ്പുണ്ട്, അവനും എന്നെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണിക്കരുതെന്ന് പറഞ്ഞു ഗൈസ്, അതുകൊണ്ട് ഞാൻ അവരെ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഇവിടെയാണ് ഗൈസ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞങ്ങൾ കുറച്ച് പെയിനൊക്കെ ഉണ്ട്. അപ്പം ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ വിളിച്ചു ഇൻട്രോ എടുക്കാമെന്ന്. സാധനങ്ങൾ ഞാൻ പോയി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. എന്നാലും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തീരത്തുള്ളൂ. ഓക്കെ. അപ്പം ടീം ബ്രൈഡ് എന്ന് പറയുന്ന സംഭവം, പിന്നെ കുറച്ച് പ്രോപ്സ്, പിന്നെ സ്നോ സ്പ്രേ ചുമ്മാ മേടിച്ച, പിന്നെ നമ്മുടെ ബലൂൺ വീർപ്പിക്കുന്ന സാധനം, പിന്നെ ബ്രൈഡ് ബാനർ, പിന്നെ 2 പാർട്ടി പോപ്പ് മേടിച്ചിട്ടുണ്ട്. ഇത് പൊട്ടുമൊന്നും അറിയത്തില്ല കേട്ടോ, കാരണം മിക്കപ്പോഴും ഇത് സക്സസ് ആവാറില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അവിടെ ആക്കാൻ പോവാം. അവിടെ ആക്കാൻ പോവാണ് ഗൈസ്. A few moments later. ഹായ് ഫ്രണ്ട്സ്, മലയാള പെൺകുട്ടി, മലയാള ചേട്ടൻ. അപ്കമിംഗ് ടെറർ കടയാടി തമ്പി. ഹാപ്പി ബ്രൈഡ് ഡേ. സോ ഗൈസ്, ഞങ്ങളുടെ ഡെക്കറേഷനും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഹായ് പറയൂ. ഹേയ്യോ ആണോ? ഹായ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു. Wait a minute. Who are you? ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? സ്വരൂപൻ നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ.
നല്ല ടേസ്റ്റ് ഉണ്ട്.